विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों, आप सबको आज की हिंदी कक्षा में हार्दिक स्वागत है. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പഠിച്ചതെന്ന് ഓർക്കുന്നില്ലേ? നമ്മളൊരു അധ്യാപകൻ്റെ പേര് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ? ഉസ് അധ്യാപക നാം ക്യാ था? हाँ, सुरेंद्र जी. सुरेंद्र जी कौन सा विषय पढ़ाते हैं? सुरेंद्र जी गणित पढ़ाते हैं. तो सुरेंद्र जी की विशेषता क्या है? वो बहुत गुस्सालू है, भयंकर देशकारनाണ് അല്ലേ? वो ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे. ചെറിയ തെറ്റിന് പോലും അദ്ദേഹം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചെറിയുകയും അതുപോലെ അടിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടം വരെയല്ലേ നമ്മൾ പഠിച്ചത്? ഇനി നമുക്ക് ബാക്കി നോക്കിയാലോ? ओके. एक दिन सुरेंद्र जी मार साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वो खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माज साहब ने कांपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. अब आप पैराग्राफ ഒന്നും കൂടി നോക്കിയേ. एक दिन सुरेंद्र जी माज साहब ने बेला के बालों में पंजा फसाया. ഒരു ദിവസം കണക്ക് സാറ് സുരേന്ദ്രജി എന്ത് ചെയ്തു? ബേല കെ ബാലോ മെ പഞ്ച ഫസായ, ബേലയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു. ബാലോമെ പഞ്ച ഫസാന എന്ന് പറഞ്ഞാൽ, പഞ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയാണ്. കൈപ്പത്തി ഇങ്ങനെ അവളെ മുടിയിൽ കുരുക്കി ഇങ്ങ് പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ കറക്കി എറിയാൻ വേണ്ടിയിട്ട്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. പക്ഷേ എന്തോ ഒരു തെറ്റ് കണ്ടിട്ടാണ് സുരേന്ദ്രജി അവളുടെ മുടിക്ക് പിടിച്ച് എറിയാൻ തുടങ്ങിയത്. അതൊരു തെറ്റേ അല്ലായിരുന്നു. സുരേന്ദ്രജിക്ക് തോന്നിയതാണ് എന്ത്? അത് തെറ്റാന്ന്. അതൊരു തെറ്റേ അല്ലായിരുന്നു. ഉൻഹോനെ ബേലാക്കോ ഛോഡ് ദിയ, അദ്ദേഹം ബേലയെ പിടിവിട്ടു. ബേല കെ ഭയഭീത് ചെഹ്രേക്കോ ദേഖ്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥ. ബേലയുടെ ഭയഭീത് ചെഹ്ര എന്ന് പറഞ്ഞാൽ പേടിച്ചരണ്ട മുഖം കണ്ടപ്പം സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥ, സാഹിലും വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹെ, അവൻ നോക്കിയപ്പോൾ കണ്ടു എന്താ? ബേലയുടെ കാല് ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാമ്പിന എന്ന് പറഞ്ഞാൽ വിറയ്ക്കാന്നാണ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ജേസെ വോ ഖടേ ഖടേ അഭി ഗിർ ജായേഗി, അവന് തോന്നി അവളിപ്പോൾ നിന്ന നിപ്പിൽ വീഴും തോന്നി. ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ്. അവൾ നിന്ന നിപ്പിൽ വീഴും എന്ന് തോന്നി. സുരേന്ദ്രജി മാൽ സാബിനെ കാംപി കോ ഉസ്കെ ബൈഠ്നെ കി ജഗഹ് പർ ഫേങ്ക്തെ ഹുവെ കഹാ. സുരേന്ദ്രജി നോട്ട് ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ബൈഠ് അപ്നി ജഗഹ് പർ, പോയിരിക്കേ നിൻ്റെ സ്ഥലത്ത് എന്ന്. അപ്പോൾ അത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. बेला का मन बहुत खराब हो गया. माज साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത് നോക്കിയേ. ബേല ക മൻ ബഹുത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സാകെ ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേല ആകെ മൂഡ് ഓഫ് ആയിപ്പോയി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, സാഹിൽ ക മൻ ബുരാ ഹോ ഗയ അല്ലേ? ബുരാ ഹോ ഗയ എന്ന് പറഞ്ഞില്ലേ? അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. മാജ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാജ് സാബിന് വേണമെങ്കിൽ എന്നെ തല്ലാമായിരുന്നു, പക്ഷേ അത് സാഹിലിൻ്റെ മുമ്പിൽ നിന്ന് വേണ്ടായിരുന്നു. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾ സാഹിലിൻ്റെ മുന്നിൽ ആകെ നാണം കെട്ടവളെ പോലെ ആയിപ്പോയി. क्योंकि वो जानती थी कि वो साहिल की नज़र में
ബഹുത് അച്ചി ഹെ. കാരണം അവൾക്കറിയായിരുന്നു അവൾ സാഹിലിൻ്റെ കണ്ണുകളിൽ വളരെ നല്ല ഒരാളാണെന്ന്. ജബ് വോ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താ കാരണം? അവൻ്റെ മുമ്പിൽ നിന്നാണ് മാൽസാബ് ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചത്. അപ്പോൾ അത് ബേലയ്ക്ക് ഭയങ്കര ഒരു അപമാനമായിപ്പോയി. ബേല ആകെ സാഹിലിൻ്റെ മുമ്പിൽ നാണം കിട്ടുപോയി. ഈ ശർമിന്ദ മേസൂസ് ഹോന എന്ന് പറഞ്ഞാൽ ആകെ അഷെയിംഡ് ആകുക എന്നാണ്, നാണം കിട്ടുപോകുക എന്നാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होय 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 सफ़ेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. എന്താ പാരഗ്രാഫിൽ പറയുന്നത്? ദീപാവലി കി छुट्टियों के बाद, छुट्टी എന്ന് പറഞ്ഞാൽ അവധി എന്നാണ്. ദീപാവലി കി छुट्टियों के बाद, ദീപാവലിയുടെ അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പം, ബേലാക്കെ സിർഫർ സഫേദ് പട്ടി ബന്ദി थी, ബേലയുടെ തലയിൽ, സിർ എന്ന് പറഞ്ഞാൽ തലയാണല്ലോ നിങ്ങൾക്കറിയാം, സഫേദ് പട്ടി ബന്ദി थी. സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ വെള്ള ബാൻഡേജ്, ഒരു വെള്ള കെട്ടുണ്ടായിരുന്നു തലയിൽ. ബന്ധന എന്ന് പറഞ്ഞാൽ കെട്ടപ്പെടുക എന്നാണ്. അപ്പം ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പം ബേലയുടെ തലയിൽ എന്തുണ്ടായിരുന്നു? ഒരു വെളുത്ത കെട്ടുണ്ടായിരുന്നു, ബാൻഡേജ് ഉണ്ടായിരുന്നു. മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടുന്ന പോലത്തെ കെട്ട്. കോയ് ഉസെ ഹോയ് 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 സഫേദ് പട്ടി കഹ് രഹാ ഥാ. അപ്പോൾ ഈ തലയിൽ ബാൻഡേജും കെട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം പിള്ളേരെ കളിയാക്കുന്നു. ചിലരെന്താണ് കളിയാക്കുന്നത്? ഹോയ് 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 സഫേദ് പട്ടി, അയ്യേ 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 ഇതാ വെള്ളക്കെട്ട്. കഹ് രഹാ ഥാ തോ കോയി സുൽത്താന ഡാക്കു. ചിലരെങ്ങനെയാണ് പറയുന്നത്? സുൽത്താന ഡാക്കു. സുൽത്താന ഡാക്കു എന്ന് പറഞ്ഞാൽ, ഈ ഡാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനാണ്. അപ്പോൾ സുൽത്താന എന്ന് പറഞ്ഞാൽ സുൽത്താൻ്റെ സ്ത്രീലിംഗമാണ്. അപ്പോൾ കൊള്ളക്കാരുടെ റാണി എന്ന് പറഞ്ഞ് ചിലർ കളിയാകും. ഈ കൊള്ളക്കാർക്കൊക്കെയാണ് ഈ തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടാവുക. തോ കോയി കുച്ച് ഓർ കഹക്കർ ചിടാ രഹാ ഥാ. വേറെ കുറേ പേര് വേറെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. ഇനി അടുത്ത ഭാഗം നോക്കിയേ. യേ ക്യാ ഹോ ഗയാ ബേല, സാഹിൽ ने परेशान होते हुए पूछा. छत से गिर गई. बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए, आज खेल खंडी में गांधी चौक में लंगड़ी टांग खेलेंगे. नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी तो. അപ്പോൾ ബേലയുടെ തലയിൽ ഈ വെള്ളക്കെട്ട് കണ്ട ഉടനെ സാഹിൽ ഭയങ്കര വിഷമത്തിലായി. പരേഷാൻ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? പരേഷാൻ ഹോന എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നാണ്. യേ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേഷാൻ ഹോത്തെ ഹുവേ പൂച്ച. അപ്പോൾ സാഹിൽ ആകെ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് എന്ത് പറ്റി ബേല? ഛത് സെ ഗിർ ഗൈ, ഞാൻ മേൽക്കൂരയിൽ നിന്ന് വീണതാണ്. ഛത്ത് എന്ന് പറഞ്ഞാൽ റൂഫ് എന്നാണ് അർത്ഥം, വീടിൻ്റെ റൂഫിൽ നിന്ന് വീണതാണ്, മേൽക്കൂര എന്നർത്ഥം. ബേലാനെ ഹസ്തേ ഹുവേ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ വീടിൻ്റെ റൂഫിൽ നിന്ന് വീണതാണ്. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു, അവളത് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ബഹുത് ദിൻ ഹോ ഗയേ, ഒത്തിരി ദിവസമായല്ലോ. ആജ് ഖേൽ ഖണ്ഡിമേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ്ക് ഖേലെങ്കെ, ഇന്ന് നമുക്ക് ഡ്രിൽ പീരീഡ് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലംഗടി ടാങ്ക് കളിക്കാം. ഗാന്ധി ചൗക്ക് എന്ന്, ചൗക്ക് എന്ന് പറഞ്ഞാൽ ചതുരത്തിലുള്ള സ്ഥലത്തിനാണ് ചൗക്ക് എന്ന് പറയുന്നത്. ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഒരു വശത്ത് ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. ചതുരത്തിലുള്ള ഒരു തറയുണ്ടാക്കിയിട്ട് അവിടെ ഒരു ഗാന്ധിജിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അതിനാണ് ഗാന്ധി ചൗക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ചൗക്കുമേ ലംഗടി ടാങ്ക് ഖേലെങ്കെ, ഈ ലംഗടി ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒറ്റക്കാലെ ചാടി കളിക്കുന്ന ഒരു കളിയാണ്. കാലിന് സ്വാധീനക്കുറവുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ലംഗട എന്ന് പറയുന്നത്. അപ്പോൾ ലംഗടി ടാങ്ക് എന്ന് പറഞ്ഞാൽ കാലെന്നാണ് അർത്ഥം. അപ്പോൾ ലംഗടി ടാങ്ക് നമ്മളിങ്ങനെ ഒരു കളി കളിക്കുകയല്ലേ, നമ്മൾ തൊങ്കി കളിക്കുകയല്ലേ ഒറ്റക്കാലയിൽ ഇങ്ങനെ ചാടി. അപ്പോൾ അതുപോലത്തെ ഒരു കളിയാണ്, അത് പോയി കളിക്കാം എന്ന് പറഞ്ഞു. നെഹി ഖേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ. അപ്പം സാഹിൽ പറഞ്ഞു, കളിക്കുകയല്ല, നിൻ്റെ തലയിൽ ഇനിയും എന്തെങ്കിലും പറ്റിയാലോ. ബാക്കി നോക്കിയേ. നെഹി ലഗേഗി ബേലാനെ ജിദ് की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी टांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? നെഹി ലഗേഗി, തലയിലൊന്നും പറ്റുകയില്ല. ബേലാനെ ജിദ് കി, ജിദ് എന്ന് പറഞ്ഞാൽ ശാഠ്യമാണ്. അപ്പം ബേല ശാഠ്യം പിടിച്ചു, അങ്ങനെ തലയിലൊന്നും പറ്റുമൊന്നുമില്ല.
और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी ലങ്കടി ടാങ്ക് खेले. അങ്ങനെ അവരെല്ലായ്പ്പോഴത്തെയും പോലെ എല്ലാ കുട്ടികളുടെയും കൂടെ ഹമേശാക്കി തര എന്ന് പറഞ്ഞാൽ ആസ് ഓൾവേസ് എന്നാണ്, എപ്പോഴത്തെയും പോലെ സാരേ ബച്ചോ കെ സാത്ത് എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്ക് കി ബാലുമേ. അപ്പോൾ ഗാന്ധി ചൗക്കിലുള്ള ബാലു, ബാലു എന്ന് പറഞ്ഞാൽ മണലാണ്, മണലിൽ പൂരി ഖേൽ ഖണ്ഡി ലങ്കടി ടാങ്ക് ഖേല്, ആ ഡ്രിൽ പീരീഡ് മുഴുവൻ അവർ ഈ ഒറ്റക്കാലെ ചാടി കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടപ്പം ഗാന്ധിജിയുടെ പ്രതിമയിൽ നോക്കിയാൽ ഇങ്ങനെ തോന്നുമായിരുന്നു, എങ്ങനെ, സാധാരണ സമയത്തേക്കാളും കുറച്ചധികം അദ്ദേഹം ചിരിക്കുന്നുണ്ടോ എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കുട്ടികൾ കളിക്കുന്ന കണ്ടാൽ ആർക്കായാലും സന്തോഷമാണ് അല്ലേ? കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്ന കാണുമ്പം എല്ലാവർക്കും സന്തോഷമാണ്, അവരും ഭയങ്കര സന്തോഷത്തിലാണ് ഓടി കളിക്കുക, കണ്ടു നിൽക്കുന്നവർക്കും സന്തോഷം തോന്നും. അപ്പോൾ അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, തൻ്റെ ചുറ്റും ഓടിക്കളിക്കുന്ന കുട്ടികളെ കണ്ടപ്പം ഗാന്ധിജിയുടെ പ്രതിമ കുറച്ച് കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് തോന്നിയെന്ന്. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നാണ് അർത്ഥം. ബാക്കി അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. रविवार का दिन था. साहिल अपने घर में नीम की पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. അപ്പോൾ രവിവാർ കാ ദിൻ ഥാ. രവിവാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൺഡേ ആയിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ, സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പക്കടുക്കർ ഝൂം രഹാ ഥാ. നീം കാ പേട് എന്ന് പറഞ്ഞാൽ വേപ്പ് മരമാണ്, നമ്മുടെ ആര്യവേപ്പില്ലേ ആ സാധനം. അത് വടക്കേണ്ടിയൊക്കെ വലിയ മരമായിട്ട് വളരും. നമ്മുടെ ഇവിടെ അങ്ങനെ അധികം ഈ മഴക്കാലം അധികമായതുകൊണ്ട് അങ്ങനെ വലിയ മരം ആവാറില്ല. അവിടെയൊക്കെ അത് വലിയ മരമായിട്ട് വളരും, നോർത്ത് ഇന്ത്യയിലും ഒക്കെ. നമ്മൾ കർണാടകത്തിൽ തന്നെ പോയാൽ കാണാം. പേട് കി ഡാലി പക്കടുക്കർ ഝൂം രഹാ ഥാ. അവൻ അതിൻ്റെ കമ്പെ പിടിച്ചിങ്ങനെ ആടുകയായിരുന്നു. ഝൂമന എന്ന് പറഞ്ഞാൽ ആടുക, നമ്മൾ ഊഞ്ഞാലാടുന്ന പോലെ അതിൻ്റെ കമ്പെ തൂങ്ങി ഇങ്ങനെ ആടുകയായിരുന്നു. വഹയ്ക്ക് സ്റ്റൂൾ പർ ചടുക്കർ ചൂൽത്താ ഥാ. അവനൊരു സ്റ്റൂളെ കയറി നിന്നിട്ടാണ് ഈ കമ്പെ പിടിച്ചിങ്ങനെ ആടിക്കൊണ്ടിരുന്നത്. അച്ചാനക്, അച്ചാനക് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന്. ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. ആ സ്റ്റൂള് അങ്ങനെ നല്ല സ്റ്റൂളൊന്നും ആയിരുന്നില്ല, ഇച്ചിരി പൊട്ടിയ സ്റ്റൂളായിരുന്നു. അതേ ഒരു ആണി ഇങ്ങനെ എഴുന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഏക്ക് കീൽ, കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആണി. സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പിണ്ടലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടിനും കാലിൻ്റെ പാദത്തിനും ഇടയിലുള്ള ഭാഗമാണ് എന്ത്, പിണ്ടലി. അപ്പം കാലിൻ്റെ ആ പിൻഭാഗത്ത് ആ കാലയിൽ ഈ സ്റ്റൂളിൽ നിന്നൊരു ആണി കൊണ്ടു. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ. 1 ഇഞ്ച് ആഴത്തിലൊരു മുറിവുണ്ടായി. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ ശരിക്കും കുഴി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ആണി അങ്ങോട്ട് കയറിപ്പോയി, 1 ഇഞ്ച് ഉള്ളിലേക്ക് അങ്ങ് കുഴിഞ്ഞുപോയി. അടുത്ത പാരഗ്രാഫ്. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोग को छोड़कर आगे बेला खड़ी हैं. सिर में पट्टी बंधवाने आई हैं. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. ഈ പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. ഉസേ സർക്കാരി अस्पताल में പട്ടി ബന്ധവാനെ के लिए ले जाया गया. അങ്ങനെ അവനെ സർക്കാരി अस्पतालिൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ പട്ടി ബന്ധവാനെ के लिए എന്ന് പറഞ്ഞാൽ എന്താ, കാലയിൽ കെട്ടാൻ വേണ്ടി, ബാൻഡേജ് ഇടാൻ വേണ്ടി ലേ ജായാ ഗയ, കൊണ്ടുപോയി. ഉസ്നെ ദേഖ കി 2 ലോഗോ കോ ഛോഡ്കർ ആകെ ബേല ഖടി ഹെ. അവിടെ ചെന്ന് ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ നോക്കുമ്പോൾ ഉണ്ട് 2 ആൾക്കാരുടെ മുമ്പിൽ ആര് നിൽക്കുന്നു, ബേല നിൽക്കുന്നു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ. ബേല തലയിൽ ആ ബാൻഡേജ് മാറ്റി കെട്ടാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുവേ, സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും. ഓർ കക്ഷാമേ കൈ ദിനോത്ത്, അതുപോലെ തന്നെ ക്ലാസ്സിലും കൈ ദിനോത്തക്ക്, കുറേ ദിവസത്തേന്. 2 ഏസേ ബച്ചേ ദിഖായി ദേത്തെ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. എങ്ങനെയുള്ളത്, ജിൻമേ സേ ഏക് കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി. 2 കുട്ടികളെ കാണാമായിരുന്നു. അതിൽ ഒരാളുടെ തലയിൽ ഒരു കെട്ടുണ്ട്. ഓർ ഏക്ക് കി പിണ്ടലിമേ, മറ്റേ ആളുടെ കാലയിൽ. സഫേദ് പട്ടി വാലെ, വെള്ളക്കെട്ടുള്ള. യേ ദോനോ കഹി പർ ബി സാഥി ദിഖായി ദേത്തെ. അപ്പം ഒരാളുടെ തലയെ കെട്ട്, ഒരാളുടെ കാലേ കെട്ട്. ഈ കെട്ടുള്ള 2 പിള്ളേരെയും എവിടെ നോക്കിയാലും ഒരുമിച്ച് കാണാമായിരുന്നു കുറേ ദിവസത്തേന്.
അപ്പോൾ ഓക്കെ, ഇത്രയും മതി നമുക്കിന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടൊക്കെ ഞാനിത് കഴിയുമ്പോൾ അയച്ചു തരും. അതൊക്കെ നന്നായിട്ട് എഴുതുക, എന്നിട്ട് പഠിക്കണം, കാണാതെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാട്സപ്പ് വഴിയോ നേരിട്ട് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ടീച്ച്മെൻറ്റ് ക്ലാസ്സിലോ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹം അഗ്ലി കക്ഷാ മേ മിലേംഗെ. ധന്യവാദ്.